ദി കേരള സ്റ്റോറിക്ക് ശേഷം മലയാളികൾ ഊക്കാൻ വേണ്ടി ഹിന്ദിക്കാരെ ഇറക്കി വിട്ട അടുത്ത പടമാണ് പരം സുന്ദരി. ശാലിനി ഉണ്ണികൃഷ്ണന് ശേഷം ആര്യ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് സുന്ദരി. തെക്കേപ്പാട് സുന്ദരി ദാമോദരം പിള്ളെ. ഇത് മലയാളമല്ല, മലയാളം പോലുള്ള വേറെ ഏതോ ഭാഷയാണെന്ന് തോന്നുന്നു. റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്ന് തോന്നുന്നു. ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. ശാലിനി ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരത്താണെങ്കിൽ നമ്മുടെ തെക്കേപ്പാട്ട് സുന്ദരി അങ്ങ് ആലപ്പുഴയിലാണ്. അങ്ങനെ നമ്മുടെ ഹിന്ദിക്കാർ ഇപ്പോഴും വിട്ടുകളാത്ത സിക്സ് പാക്ക് വെച്ച നായകന്റെ മാസ് എൻട്രി ഇതോടെ പടം തുടങ്ങി. ഇവനൊരു വലിയ ബിസിനസ്സുകാരന്റെ മകനാണ്. അദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. എന്നാൽ ഇവൻ തുടങ്ങിയ ബിസിനസ് ആണെങ്കിൽ ഒന്നും പച്ച പിടിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് ഇവൻ നേരെ പോയി സുന്ദരീനെ പിടിക്കും. നമ്മുടെ സോൾമേറ്റിനെ കണ്ടുപിടിക്കാൻ ഒരു ആപ്പ് ഉണ്ട്. നമ്മുടെ നായക നമ്മുടെ കേരളത്തിലുള്ള സുന്ദരി ദാമോദരം പിള്ളെ ആ പിള്ളയെ കണ്ടുപിടിക്കുന്നു. സുന്ദരീനെ കണ്ടുപിടിക്കാൻ ഡൽഹിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വരുന്ന നമ്മുടെ നായകൻ. അങ്ങനെ നമ്മുടെ സുന്ദരി നടത്തുന്ന ഹോം സ്റ്റേയിലെത്തി രണ്ടാളും തമ്മിൽ കണ്ടുമുട്ടുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ജപ്പാനിൽ എന്തോ സംഭവമാണ്. സത്യത്തിൽ ഇത് മോഹിനിയാട്ടം പഠിപ്പിക്കുന്നതാണ്. ഉറങ്ങുമ്പോൾ പോലും മുല്ലപ്പൂ വെക്കും. തെങ്ങ് കയറി തേങ്ങയിടും. ഞാൻ ചെത്തുകാരനാണ്, അതുകൊണ്ട് കഥയിലെ കഥാപാത്രത്തിന്റെ കാര്യമാണോ പറഞ്ഞത്? നന്നായിട്ട് മലയാളം പറയും. മലയാളം പറയാൻ അറിയാത്ത മലയാളി പെൺകുട്ടി, അതാണ് ഈ സിനിമയുടെ വിജയം. അവിടെ നമ്മുടെ നായകൻ ഒരു ദിവസം രാവിലെ ഓടാൻ പോകും. അവിടുന്ന് ഒരു പെണ്ണ് അണ്ണൻ്റെ സിക്സ് പാക്ക് കണ്ടാണ് അണ്ണനെ വളക്കാൻ നോക്കും. അല്ലെങ്കിലും ബംഗാളികൾക്കാണല്ലോ കേരളത്തിൽ മലയാളികൾക്കാൾ ഡിമാൻഡ്. അങ്ങനെ നമ്മുടെ രഞ്ജി പണിക്കർ വന്നിട്ട് പറയും, ഇവിടെ ഇതൊന്നും ഇട്ട് ഓടാൻ പറ്റില്ല, ഇവിടെ മുണ്ടുടുത്ത് തന്നെ ഓടണം. പിന്നെ അവരെ കൊണ്ട് മുണ്ടുടുപ്പിക്കും. മലയാളികൾ മൊത്തം രാവിലെ മുണ്ടുടുത്താണ് ജോഗിങ്ങിന് നോക്കുന്നതാണ് ഇവർ വിചാരം. നമ്മുടെ സുന്ദരി എന്ത് പറഞ്ഞാലും രഞ്ജി പണിക്കർ അതിന് സബ് ടൈറ്റിൽ ഇട്ട് നമുക്ക് മനസ്സിലാകും ഒന്നുകൂടി പറയും. അത് കഴിഞ്ഞ് നമ്മുടെ സുന്ദരി ദേഷ്യം പിടിച്ചിട്ട് തെങ്ങ് രണ്ട് തേങ്ങയിടും. പെടക്കോഴി മുട്ടടാത്തതിന് പൂവൻകോഴിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുക, അണ്ണാനെ മരത്തിന്റെ മുകളിൽ എറിഞ്ഞു വീഴ്ത്തിയിട്ട് ചുട്ടുതില്ല, ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. ഇതിനിടയിൽ നമ്മുടെ നായകനെ കളരി അടുപ്പിക്കാൻ കൊണ്ടുപോകും. ഇവരെ ചെയ്ത പരിയാത അമ്മാവ. ഇതിൽ അമ്മാവാന്ന് മാത്രം മനസ്സിലായി, ബാക്കി എന്താണെന്ന് ഒരു പിടിയില്ല. വേണുവിനെ വിളിക്കും. വിളിക്ക് വേണു എന്നെല്ലാം ശരിയാക്കുമെന്ന് എല്ലാരും പറയുന്നുണ്ട്. ഇത് കണ്ട മലയാളികൾ ഇത് തന്നെ ആയിരിക്കുന്നു. ഇതിന് സബ് ടൈറ്റിൽ കിട്ടുള്ളൂ. ഇവനാ അടിയോടോ എന്താ ഷൈട്ടോ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. കളരിന്ന് മുറി പറ്റി നമ്മുടെ നായകന് മുറി വെച്ചു കൊടുക്കുന്ന നായിക. അവിടുന്ന് നായിക ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി കൊടുക്കാന്ന് പറയും. പുട്ടും കടലിയും. അത് കഴിഞ്ഞ് സുന്ദരിയുടെ അമ്മയുടെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. സുന്ദരിയുടെ അമ്മ കൊടുത്ത മോതിരം കാണാതാവും. നമ്മുടെ നായകനത് വെള്ളത്തിൽ നിന്ന് തപ്പിയെടുത്ത് കൊടുക്കുമ്പോൾ അതേ മുന്നിലേക്ക് നിന്ന് നമ്മുടെ സുന്ദരി വളർത്തുന്ന ആന. ബാക്കി എന്തോ സഹിക്കാം, പക്ഷേ ഇതിൽ മലയാളം പറയുന്നതാണ് സഹിക്കാൻ പറ്റാത്തത്. പിന്നെ അവിടുന്ന് ഒരു സേവ് ദ ഡേറ്റ് പാട്ട്. നമ്മൾ വിചാരിക്കും ഇവർ നമ്മൾ പ്രേമത്തിലാണ് ഇപ്പോൾ കല്യാണം കഴിക്കുന്നു, പക്ഷേ അപ്പോൾ നമ്മുടെ വേണുവിൻ്റെ വരവ്. ഓണത്തിന് സുന്ദരി നമ്മുടെ നായകനെ മുണ്ടൊക്കെ എടുപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വേണുവിനെ കണ്ടാട് ഓനെ പോയി കെട്ടിപ്പിടിക്കും. ഞാൻ തന്നെ അടിപൊളി. അങ്ങനെ നമ്മുടെ നായകൻ അവിടെ ഊമ്പി. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പാണ്, പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് നാട്ടിലെ ഓണപ്പരിപാടിയിലെ സ്പൂൺ റേസാണ്. പക്ഷേ ഇവൻ അതിലും തോക്കും. അങ്ങനെ നങ്ങ്യാറുളങ്ങാറ് കിട്ടേണ്ട ചാമ്പ്യൻഷിപ്പ് ഇവൻ കാരണം തോക്കും. അങ്ങനെ എല്ലാവർക്കും ഇവനോട് കലിപ്പാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അണ്ണം പോയിട്ട് ഒരു നാണും ഇല്ലാണ്ട് സുന്ദരിയും വേണും തമ്മിൽ എൻഗേജ്മെന്റ് ഡാൻസ് കളിക്കും. അവസാനം നമ്മുടെ നായകന്റെ അച്ഛൻ ആലപ്പുഴയിലേക്ക് എത്തും. മറ്റന്നാൾ USA ആണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ. എന്നിട്ട് പറയും സോൾമേറ്റിനെ കണ്ടുപിടിക്കാൻ ആപ്പെല്ലാം ഫേക്കാണ്, അതെല്ലാം പൂട്ടിപ്പോയി, നീ ഉടനെ നാട്ടിലേക്ക് വരണം. അങ്ങനെ അച്ഛനും മോനും കൂടി നാട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ നാട്ടുകാർ വന്നിട്ട് പറയുന്നത് വള്ളം കളിയുണ്ട്, നീ അതിന് തുഴഞ്ഞിട്ട് കൂടി ഏതായാലും പോയാൽ മതി. അങ്ങനെ വള്ളം കളിയും ജയിച്ച് സുന്ദരീൻ്റെ കല്യാണ ദിവസം സുന്ദരീനെ അടിച്ചു മാറ്റാൻ നോക്കും. അവസാനം നാട്ടുകാരെല്ലാം കൂടി ഇവനെ തല്ലാനോടിക്കും. ഇവൻ കായലിൽ ചാടും. സുന്ദരി ഒരു തോണിയെടുത്തു ഇവൻ രക്ഷിക്കും. കിസ്സടിക്കും. കഴിഞ്ഞ പടം.